എൻ്റെ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, കോറ്റംകുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ചമയവിളക്ക് കാണാൻ പോകണം എന്നുള്ളത്. ആലപ്പുഴ ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിലേക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ലെങ്കിലും ഇതുവരെ ആ അമ്പലത്തിലൊന്ന് പോയി തൊഴാനോ ചമയവിളക്ക് കാണാനോ എനിക്ക് സാധിച്ചിട്ടില്ല. എല്ലാ വർഷവും ചമയവിളക്കിന്റെ വീഡിയോസ് റീൽസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു നേരിലൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു പോയി കാണാം എന്നുള്ളത്. ചമയവിളക്ക് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ വളരെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 1-2 പേര് വിളക്കെടുക്കുന്നുണ്ട്. അപ്പൊ അവരും ഞങ്ങളും എല്ലാരും കൂടെ ഒരു ചെറിയൊരു ട്രാവലറൊക്കെ ബുക്ക് ചെയ്താണ് പോകുന്നത്. അപ്പൊ ഞാനിവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാരിന്റെ ബ്ലൗസ് ഒക്കെ ചേച്ചി ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് തന്നതുകൊണ്ട് ഇത് തന്നെ ഉടുക്കാമെന്ന് കരുതി. ഉടുത്തപ്പോൾ ഓണസ്റ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സാധാരണ എന്റെ ചാർട്ടിൽ നേരത്തെ സാരി ഉടുത്ത് പോകേണ്ട പ്രോഗ്രാമൊക്കെ മുന്നേ പ്ലാൻ ചെയ്തിട്ടാവും ഉണ്ടാവുക. അപ്പൊ ഞാൻ നേരത്തെ സാരി പ്രീപ്ലീറ്റ് ചെയ്ത് അയണിങ് ഒക്കെ ചെയ്ത് പക്കാവായിട്ട് വെച്ചേക്കും. ഇതൊട്ടും പ്ലാനിങ് ഇല്ലാത്തൊരു പ്രോഗ്രാമും സമയവും വളരെ കുറവായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, സാരി ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ വെയർ ചെയ്തെടുത്തു. ഞാൻ സിമ്പിൾ ആയിട്ട് ഈ സാരിന്റെ കൂടെ ഈ ഒരു ചെറിയൊരു റെഡ് കളർ പൊട്ടായിരുന്നു കേട്ടോ വെച്ചത്. അമ്മയ്ക്ക് ഞാൻ സാരി ഉടുക്കാൻ നേരത്ത് ചെറിയ പൊട്ട് വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും കുറച്ചുകൂടെ വലിപ്പമുള്ള വലിയ പൊട്ട് വെക്കെന്നും പറഞ്ഞുകൊണ്ട് വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴും സൈഡിലൂടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ച് നോക്കുന്നത്. പക്ഷെ ഫൈനലി ഞാൻ ആ ചെറിയ പൊട്ടി തന്നെ ഫിക്സ് ആക്കി. ആഹാ, എന്താ ഒരു മണം! എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂ. ഇനി ഈ മുല്ലപ്പൂം കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കലാപരിപാടികളെല്ലാം ഇവിടെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഈ ലുക്കിൽ? കൊള്ളാമോ? എനിക്കിഷ്ടമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ അമ്പലത്തിലെത്തിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വീഡിയോ ഇട്ടുപോയി ട്രാവൽ ചെയ്ത് വരുന്നത്. ഇനിയിപ്പോൾ അമ്പലത്തിലെത്തിയില്ലേ, ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. 2 ദിവസമാണ് കേട്ടോ ഇവിടുത്തെ ചമയവിളക്ക്. നമ്മൾ എത്തിയേക്കുന്നത് ഫസ്റ്റ് ഡേ ആണ്. ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ. അത്രയും തിരക്കിലും അമ്മയെ കണ്ട് തൊഴുത് പ്രസാദം വാങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു അമ്പലം. ഇനിയും വരാനുള്ളൊരു ഭാഗ്യം അമ്മ ഉണ്ടാക്കി തരട്ടെ. വീഡിയോയിലൂടെ മാത്രം കണ്ടുകൊണ്ടിരുന്നൊരു സംഭവം നേരിട്ട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. അമ്പലം മുഴുവൻ കാണാൻ ഒരു കാഴ്ച തന്നെ ഉണ്ട്. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് ഭംഗിയാണ് ഇവരൊക്കെ മേക്കപ്പ് ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒന്നുമില്ല ഇവരുടെ മുന്നിലൊന്ന് തോന്നിപ്പോവും. നമിച്ചിരിക്കുന്നു. അമ്പലത്തിൽ എവിടെ ചെണ്ടകെട്ടുണ്ടോ അവിടെ ഉണ്ടാവും ഞാൻ. അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. എൻ്റെ ഇത്രയും വർഷ കാലയളവിൽ കേരളത്തിൽ ഇത്രയും പ്രശസ്തമായി ഒരു ചടങ്ങ് നടക്കുന്ന അമ്പലത്തിൽ വരാനും അത് കാണാനും പറ്റിയൊരു ഭാഗ്യം എനിക്കുണ്ടായപ്പോൾ നമ്മൾ പറയാറില്ലേ, കൃതാർത്ഥനായി ഞാൻ കൃതാർത്ഥയായി എന്ന് പറയുന്ന പോലെ. ഞാൻ റീൽസിലൊക്കെ കാണാറുള്ള കുറെ ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ചമയവിളക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. എല്ലാരെയും കണ്ടു ചിരിക്കുന്നതല്ലാതെ ആരോടും എനിക്ക് പോയി സംസാരിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. എന്തായാലും ഉള്ള സമയം കൊണ്ട് വിളക്കൊക്കെ നന്നായി കണ്ട് അമ്പലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ആ വൈബൊക്കെ നന്നായി ആസ്വദിച്ച് വെളുപ്പിന് ഒരു 2 മണിയോടുകൂടി നമ്മൾ തിരിച്ചു മടങ്ങി.